ദേശീയപാതയിലെ തകർച്ചയ്ക്ക് പിന്നാലെ കേരളത്തിലാകെ സുരക്ഷാ പരിശോധനയ്ക്ക് NHAI മുഴുവൻ റീച്ചുകളിലും സേഫ്റ്റി ഓഡിറ്റ് നടത്തും. ദേശീയപാത നിർമ്മാണ മേഖലയിലെ മണ്ണ് പരിശോധിക്കാനും തീരുമാനം. മണ്ണ് പരിശോധനയ്ക്ക് ഏജൻസികളെ ചുമതലപ്പെടുത്തും. സനിസ ശോഭാചന്ദ്രൻ വാർത്തയുടെ വിവരങ്ങൾ നൽകാനുണ്ട്. സനിസ, ഈ മലപ്പുറം കൂരിയാട് അതുപോലെ തന്നെ കൊട്ടിയത്തെയൊക്കെ ദേശീയപാത അപകടങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യാഘാതങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ ഒരു പരിശോധനയിലേക്ക് കടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ എത്ര സ്പോട്ടുകൾ പരിശോധിക്കും? അതേ വർഷ കൊട്ടിയം കൂരിയാട് മാതൃകയിൽ സംരക്ഷണ ഭിത്തികൾ പണിത സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിൽ ആകെ സുരക്ഷാ പരിശോധന നടത്തുമെന്നാണ് NHAI റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. മുഴുവൻ റീച്ചുകളിലും സേഫ്റ്റി ഓഡിറ്റും നടത്തും. മണ്ണ് പരിശോധനയ്ക്ക് 18 ഏജൻസികളെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ദേശീയ പാത നിർമ്മാണ മേഖലയിലെ മണ്ണാണ് പരിശോധിക്കുക. 378 സ്ഥലങ്ങളിലായിരിക്കും ഇത്തരത്തിൽ പരിശോധന നടക്കുക. ആദ്യഘട്ടത്തിൽ 100 സ്പോട്ടുകളിലായിരിക്കും പരിശോധന. 3 മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഡിസൈനുകളും പുനഃപരിശോധിക്കും. ഇത്തരത്തിൽ കേരളത്തിലെ NH പാതകളിൽ വലിയ രീതിയിലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പല ദേശീയപാതയും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന നിരന്തരമായി റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന. സനസ, ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലടക്കം ജാഗ്രത വേണമെന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണോ ഈ പരിശോധന? അതെ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൊട്ടിയം കൂരിയാട്, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത് വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലാണ് ദേശീയപാത ഇടിഞ്ഞു പൊളിഞ്ഞു വീണിരിക്കുന്നത്. വലിയ അപകടമായിരുന്നു. ആൾക്കാരുടെ, പൊതുജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത്തരം അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണ് പരിശോധന അടക്കം, ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ മണ്ണ് പരിശോധന അടക്കം 18 ജിയോ ടെക്നിക്കൽ ഏജൻസികളെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ എല്ലാ തരത്തിലുമുള്ള പരിശോധന നടത്തി 378 സ്ഥലങ്ങളിൽ പരിശോധന നടത്തും. ആദ്യഘട്ടത്തിൽ 100 സ്പോട്ടുകളിൽ പരിശോധന നടത്തും. ഇത്തരം അപകടങ്ങൾ ഇല്ലാതാക്കാനുള്ള എല്ലാ മുൻകരുതലും എടുക്കാനാണ് തീരുമാനം. വർഷ, ശരി, മുഴുവൻ റീച്ചുകളിലും സേഫ്റ്റി ഓഡിറ്റ് നടത്താനാണ് NHAIയുടെ തീരുമാനം. പരിശോധന ശക്തമാക്കും. സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.